ഇന്ന് ജനുവരി 8 ബുധനാഴ്ച മാർക്കറ്റ് നിഫ്റ്റി എന്നിപ്പം ഒരു ബിയറിഷ് ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ്. ഇന്നലെ ദിവസം എന്ന് പറയുന്നത് തൊട്ട് തലേദിവസം ഒരു ട്രെൻഡിങ് ഫോൾ ഡേ ആയിരുന്നു. അതിനുശേഷം ഇന്നലെ ഫുള്ള് മാർക്കറ്റ് ഈ ഒരു എൻറ്റയർ റീജിയണിൽ തന്നെ കളിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ റീജിയൻ എന്ന് പറയുന്നത് ഒരു നോ ട്രേഡ് സോൺ ആണ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണ്. ഇപ്പം ഓപ്ഷൻ ബയേഴ്സ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ റീജിയൻ ഒരു ട്രാപ്പിംഗ് സോൺ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ ഒരു റീജിയണിലെ മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും പ്രത്യേകിച്ചും കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനിലൊക്കെ നമ്മൾ ട്രാപ്ഡ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിനകത്ത് മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും നമുക്കൊരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ സെറ്റപ്പ് പ്രകാരം നിങ്ങൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ക്വിക്കായിട്ട് നിങ്ങൾ ഒരു സ്കാൽപ്പിംഗ് മോഡിൽ നിങ്ങൾ ഒരു എൻട്രി എടുത്ത് നിങ്ങൾ എക്സിറ്റ് ചെയ്തോണം. മാർക്കറ്റിന് ഇന്നലത്തെ ഒരു PDHന് മേളിലോട്ട് മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ കോൾ സൈഡ് ഭയങ്കര പാടാണ്. അതുകൊണ്ട് കോൾ സൈഡ് നിങ്ങൾ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ PE സൈഡിലോട്ട് നമുക്ക് ഇതുവരെ നിഫ്റ്റി ഇപ്പം ഇതുവരെ PDയിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. PDയിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുവാണ്. പക്ഷെ എന്നാലും ഭയങ്കര ബീറിഷ് ആണ്. ഇപ്പം കൂടുതൽ പോസിബിലിറ്റി വീണ്ടും ഒരു ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പ് സൈഡിനെ കഴിഞ്ഞ് കൂടുതൽ പോസിബിലിറ്റി ഡൗൺ സൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോൾ സൈഡ് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബീറിഷ് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നലത്തെ ക്ലോസിംഗും ഒരു ബീറിഷ് ക്ലോസിംഗ് തന്നെയായിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റി ഇതുവരെ PDയിൽ ടച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ക്യാൻഡില് ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം അത് PDയിൽ ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് റിവേഴ്സ്ഡ് ആയി. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ഇത് നിഫ്റ്റിയിലോട്ട് നോക്കണം. അതായത് ഈ 9:20 ബാങ്ക് നിഫ്റ്റി PDയിൽ എത്തുന്നതിന് മുന്നേ തന്നെ റിവേഴ്സ്ഡ് ആയി. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ 9:20 സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി അതിന്റെ PDയിൽ വന്ന് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയെ അത് അവിടുന്ന് ബാങ്ക് നിഫ്റ്റി അതിന്റെ PDയിൽ എത്തുന്നതിന് മുന്നേ അതിന് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ ക്ലോസ്ലി വാച്ച് ചെയ്യണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഈ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടും റെസിസ്റ്റൻസും ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു. അതിനുശേഷം 9:40 ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ക്ലിയർ റിജക്ഷൻ, ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈയിൽ നിന്നും ഒരു ക്ലിയർ റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കോൾ സൈഡ് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതിന് ഓപ്പൺ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ നിഫ്റ്റിയിലാണെങ്കിൽ പോലും ഒരു കോൾ സൈഡിലോട് നിങ്ങൾ പോകരുത്. ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ തന്നെയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു PDH റെസിസ്റ്റൻസ് തൊട്ട് മേളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇന്നലെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അവസാനത്തെ ഒരു 1:30 തൊട്ടുള്ള സമയത്ത് 1:30ക്ക് അതിന്റെ ഏറ്റവും ഡേ ഹൈയിൽ നിന്നുള്ള ഒരു ഫോള്, അതിനുശേഷം പിന്നീട് ആ ഡേ ഹൈയിലോട്ട് പിന്നീട് എത്തിയിട്ട് പോലുമില്ല. അപ്പോഴത്തേനും വീണ്ടും ഇവിടെ വരുമ്പം, അതായത് ഇന്നലത്തെ PDH എത്തുമ്പോഴത്തേനും ഒന്നെങ്കിൽ അവിടെ ആ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഹാൾട്ട് ആവുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോൾ സൈഡിൽ നിങ്ങളിപ്പം ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും അത് ക്വിക്കായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. അത് തന്നെ PE സൈഡിലോട്ട് നമുക്കിപ്പം ഒരു സ്കോപ്പ് വളരെ കുറവാണ്. ഇന്നിപ്പം മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇന്നലത്തെ ഒരു ലെവലിൽ തന്നെ, അതായത് ഇന്നലത്തെ ഒരു റേഞ്ചിനകത്ത് തന്നെ കടന്ന് കളിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതുകൊണ്ട് ഇന്ന് കഴിവതും മാർക്കറ്റ് നിങ്ങളിപ്പം ഒരു കുറെ സമയം ഒരു 1-2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.